വെൽക്കം ബാക്ക്. സ്പോക്കൺ ഇംഗ്ലീഷ് ബെറ്ററാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫ്രേസസ് എല്ലാം ഡ്രസ്സിങ്ങുമായി, അതായത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരാളോട് നിങ്ങളുടെ ഷർട്ട് മറിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അവിടെ ഇംഗ്ലീഷിൽ നമുക്ക് ഒരു ഫ്രേസ് ഉപയോഗിച്ചാൽ മതി, ഇൻസൈഡ് ഔട്ട്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? യുവർ ഷർട്ട് ഇസ് ഓൺ ഇൻസൈഡ് ഔട്ട്. കണ്ടല്ലോ, യുവർ ഷർട്ട് ഇസ് ഓൺ ഇൻസൈഡ് ഔട്ട്. ഇവിടെ ഓൺ എന്നൊരു വാക്ക് കണ്ടോ? അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷർട്ട് ധരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ അർത്ഥം കിട്ടാൻ ഓൺ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചാൽ മതി. യുവർ ഷർട്ട് ഇസ് ഓൺ ഇൻസൈഡ് ഔട്ട്. ഇനി ഇതേ കാര്യം കുറച്ച് വ്യത്യാസപ്പെടുത്തി പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് മറിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കത് ഇങ്ങനെ പറയാം, യു ഹാവ് വോൺ യുവർ ഷർട്ട് ഇൻസൈഡ് ഔട്ട്. യു ഹാവ് വോൺ യുവർ ഷർട്ട് ഇൻസൈഡ് ഔട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധരിക്കുക എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഈ വെയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു വേർബാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ കണ്ടത്, യു ഹാവ് വോൺ യുവർ ഷർട്ട് ഇൻസൈഡ് ഔട്ട്. അപ്പോൾ ധരിക്കുക എന്നുള്ളതിന് വെയർ എന്നുള്ളത് കൂടാതെ പുട്ട് ഓൺ എന്നും പറയാം. അപ്പോൾ വേറൊരു രീതിയിൽ പറയാം സെൻറ്റൻസ്, യു ഹാവ് പുട്ട് യുവർ ഷർട്ട് ഓൺ ഇൻസൈഡ് ഔട്ട്. കണ്ടല്ലോ ഇവിടെ, യു ഹാവ് പുട്ട് യുവർ ഷർട്ട് ഓൺ ഇൻസൈഡ് ഔട്ട്. ഇനിയൊരു കാര്യം, ഈ ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസ് ഡ്രസ്സിനെ പറ്റി പറയാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. നമുക്കറിയാമല്ലോ, നല്ല കാറ്റിലൊക്കെ കുടയും കൊണ്ട് പോയാൽ ചിലപ്പോൾ കുട തിരിഞ്ഞു പോകും അല്ലേ, അകം പുറമായി പോകും. അപ്പോൾ അതെങ്ങനെ പറയും നമുക്ക്? ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഹർ അംബ്രല ബ്ലൂ ഇൻസൈഡ് ഔട്ട്. കണ്ടോ, നല്ല ശക്തമായ കാറ്റിൽ ആ കുട തിരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ, BLEW, ബ്ലോയിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. ഹർ അംബ്രല ബ്ലൂ ഇൻസൈഡ് ഔട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡ്രസ്സ് അകം പുറം മറിഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടാണല്ലേ. പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഫ്രണ്ട് ബാക്കായി പോകും. അപ്പോൾ ഡ്രസ്സ് തിരിഞ്ഞു പോകുന്നതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇത് പറയണമെങ്കിലോ, നിങ്ങളുടെ ഷർട്ട് തിരിഞ്ഞു പോയി. അപ്പോൾ അതെങ്ങനെ പറയും? യുവർ ഷർട്ട് ഇസ് ഓൺ ബാക്ക്വേർഡ്സ്. യുവർ ഷർട്ട് ഇസ് ഓൺ ബാക്ക്വേർഡ്സ്. ഇതേ കാര്യം വേറെ രീതിയിലും പറയാം, യു ഹവ് ഗോട്ട് യുവർ ഷർട്ട് ഓൺ ബാക്ക്വേർഡ്സ്. നിങ്ങളുടെ ഷർട്ട് നിങ്ങൾ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. യു ഹാവ് ഗോട്ട് യുവർ ഷർട്ട് ഓൺ ബാക്ക്വേർഡ്സ്. ഇത് മറ്റൊരു രീതിയിലും പറയാം, നിങ്ങളുടെ ഡ്രസ്സ് ഇട്ടത് തിരിഞ്ഞു പോയി എന്ന് പറയണമെങ്കിൽ യുവർ ഡ്രസ് ഇസ് ഓൺ ദ റോങ് വേ റൗണ്ട് എന്ന് പറയാം. യുവർ ഡ്രസ് ഇസ് ഓൺ ദ റോങ് വേ റൗണ്ട്. ഇട്ടത് തിരിഞ്ഞു പോയി എന്ന്. ഇനി ഇതേ അർത്ഥം കിട്ടാൻ വേറെ രീതിയിലും പറയാം, യു ഹാവ് യുവർ ഡ്രസ് ഓൺ ബാക്ക് ടു ഫ്രണ്ട്. അതായത് ഡ്രസ്സിൻ്റെ ബാക്ക് ഫ്രണ്ടിൽ വന്നു. യു ഹാവ് യുവർ ഡ്രസ് ഓൺ ബാക്ക് ടു ഫ്രണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഈ കുട്ടിയോട് പറയണം, ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഷർട്ട് അഴിച്ചിട്ട് നീ അത് തിരിച്ചിടൂ, നേരെ ഇടൂന്ന്. അപ്പോൾ എന്താ പറയുക ഇംഗ്ലീഷിൽ? ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ഫ്ലിപ്പ് ഇറ്റ് അറൗണ്ട്, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ടേൺ ഇറ്റ് അറൗണ്ട്. അപ്പോൾ ആദ്യം കണ്ടല്ലോ, ഞാൻ ടേക്ക് ഇറ്റ് ഓഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടു ടേക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് സംതിങ് എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രസ്സിനൊക്കെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ ഡ്രസ്സ് അഴിക്കൂ, ഡ്രസ്സ് ഊരൂ എന്നുള്ള അർത്ഥത്തിലാണ് ടേക്ക് ഇറ്റ് ഓഫ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നേരെ ഇടണം. അതിന് ഞാൻ എന്താ ഉപയോഗിച്ചത്? ടു ടേൺ സംതിങ് അറൗണ്ട്, അല്ലെങ്കിൽ ടു ഫ്ലിപ്പ് സംതിങ് അറൗണ്ട്. അത് തിരിച്ചിടുക എന്ന അർത്ഥം. ഇനി ഇതേ അർത്ഥം കിട്ടാൻ വേറെ രീതിയിലും പറയാം, പുട്ട് ഇറ്റ് ബാക്ക് ഓൺ ദ റൈറ്റ് വേ. അത് നേരായ രീതിയിൽ തിരിച്ചിടൂ എന്നർത്ഥം. പുട്ട് ഇറ്റ് ബാക്ക് ഓൺ ദ റൈറ്റ് വേ. ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഈ തിരിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടു കാണും, ആളുകൾ ഈ ഹാറ്റ്, അതായത് തൊപ്പിയൊക്കെ തിരിച്ചു വയ്ക്കുന്നത്. അവിടെ നമുക്ക് ഈ ബാക്ക്വേർഡ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. എന്ത് പറയും? മെനി പീപ്പിൾ വേ ദ ഹാറ്റ്സ് ബാക്ക്വേർഡ്സ്. പല ആളുകളും ഹാറ്റ്, തൊപ്പി തിരിച്ചു വയ്ക്കാറുണ്ട്. എന്താ പറയുക? മെനി പീപ്പിൾ വേ ദ ഹാറ്റ്സ് ബാക്ക്വേർഡ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഡ്രസ്സ് അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇടുമ്പോൾ തിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മറിഞ്ഞു പോകുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രസ്സിൻ്റെ സ്ലീവിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, നമ്മൾ ഈ റെഡിമെയ്ഡ് ഷർട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ സ്ലീവിന് കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആ ഷർട്ടിന് നീളം ഇത്തിരി കൂടുതലാണ്, അതൊന്ന് മടക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ഒന്ന് തെറുത്ത് വെച്ചോളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? യുവർ സ്ലീവ്സ് ആർ ടു ലോങ്, റോൾ ദെം അപ്പ്. അപ്പോൾ ഇവിടെ ടു ലോങ് എന്ന് പറഞ്ഞത് അതിന് നീളം കുറച്ച് അധികം കൂടുതലാണ്, ആവശ്യത്തിൽ കൂടുതൽ നീളമുണ്ട്. അപ്പോൾ യുവർ സ്ലീവ്സ് ആർ ടു ലോങ്, റോൾ ദെം അപ്പ്, തെറുത്ത് വെച്ചോളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റോൾ ദെം അപ്പ് എന്നുള്ളതിന് പകരം ഫോൾഡ് ദെം അപ്പ് എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ അയാളുടെ ഷർട്ടിൻ്റെ സ്ലീവ്സ് കൈമുട്ട് വരെ മടക്കി വെച്ചിരുന്നു, അതായത് തെറുത്ത് വെച്ചിരുന്നു. എന്ത് പറയും? ദ സ്ലീവ്സ് ഓഫ് ഹിസ് ഷർട്ട്
were rolled up to the elbow. അപ്പോൾ കൈമുട്ട് എന്നുള്ളതിനാണ് എൽബോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ the sleeves of his shirt were rolled up to the elbow. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഡ്രസ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെയോ ഒക്കെ സ്ലീവിന് നീളം കൂടുതലാണെങ്കിൽ അത് മടക്കി വെക്കുക എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അല്ലേ. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു സ്കേർട്ടിൻ്റെ പിക്ചർ, കണ്ടല്ലോ അതിന് നീളം വളരെ കൂടുതലാണെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ആ സ്കേർട്ടിന് അറ്റം ഫോൾഡ് ചെയ്ത് വെച്ചാൽ പോരാ അല്ലേ, കാരണം നടക്കുമ്പോൾ വീണ്ടും ആ ഫോൾഡ് ചെയ്ത് വെച്ചത് പിന്നെയും അഴിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ അറ്റം മടക്കി തയ്ക്കുക തന്നെ വേണം. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. അപ്പോൾ എനിക്ക് പറയേണ്ട സെൻറ്റൻസ് ഇതാണ്: എൻ്റെ സ്കേർട്ടിന് നീളം വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ ടൈലറോട് അതിൻ്റെ അറ്റം മടക്കി തയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയും നോക്കൂ. I asked the tailor to turn up my skirt as it was too long. I asked the tailor to turn up my skirt as it was too long. അപ്പോൾ ഇവിടെ ടേൺ അപ്പ് എന്നത് വെച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് മടക്കി തയ്ക്കുക, അതിൻ്റെ അറ്റം മടക്കി തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടേൺ അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ടല്ലോ, അതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഡ്രസ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അർത്ഥമാണ്, അറ്റം മടക്കുക, അറ്റം മടക്കി തയ്ക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു സെൻറ്റൻസ്: അവളുടെ ജീൻസിന് നീളം വളരെ കൂടുതലായിരുന്നു, അതുകൊണ്ട് അവളത് മടക്കി തയ്ച്ചു. എന്ത് പറയും? ഹെർ ജീൻസ് were too long, so she turned them up. എന്താ പറഞ്ഞു നോക്കൂ. ഹെർ ജീൻസ് were too long, so she turned them up. കണ്ടോ, ജീൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ്, എന്നിട്ടും ഞാൻ പറഞ്ഞത് ഹെർ ജീൻസ് were എന്നാണ്, ജീൻസ് വാസ് എന്നല്ല. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ജീൻസ് ഒരു ഡ്രസ്സാണെങ്കിലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ, നമ്മൾ രണ്ട് കാലിലായിട്ടാണല്ലോ അത് ഇടുന്നത്, അതുകൊണ്ടാണ് ജീൻസ് വേർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഫ്രേസ് പരിചയപ്പെടാം. ഇതും നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യം തന്നെയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴാണ് അത് ടൈറ്റായി എന്ന് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്രസ്സിൻ്റെ സൈഡിൽ എക്സ്ട്രാ തയ്ച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ടാൽ നമുക്ക് ഇടം കിട്ടും അല്ലേ, അകത്ത് കുറച്ചുകൂടെ ഒരു വിസ്താരം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? അവിടെ നമുക്ക് ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ലെറ്റ് ഔട്ട്. സെൻറ്റൻസ് എങ്ങനെ വരുന്ന നോക്കാം. ഈ സ്കേർട്ട് ഒന്ന് ഇടം കൂട്ടി തരാമോ, അതായത് അത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി തരാമോ എന്നാണ് ചോദിക്കുന്നത്. എന്താ പറയുക? ക്യാൻ ദിസ് സ്കേർട്ട് ബി ലെറ്റ് ഔട്ട്? ക്യാൻ ദിസ് സ്കേർട്ട് ബി ലെറ്റ് ഔട്ട്? ഇനി ഒരെണ്ണം കൂടെ. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇടം കൂട്ടിയെടുക്കാൻ പോവുകയാണ്, അതായത് ഇപ്പോൾ അത് ടൈറ്റാണ്, അത് കുറച്ചുകൂടെ വലുതാക്കി എടുക്കാൻ പോവാണ്. എന്താ പറയുക? ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് ഡ്രസ് ലെറ്റ് ഔട്ട്. ഐ എം ഗോയിങ് ടു ഹാവ് ദിസ് ഡ്രസ് ലെറ്റ് ഔട്ട്. അപ്പോൾ ഇടം കൂട്ടുക എന്നുള്ളതിന് നമ്മൾ ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഇനി ഡ്രസ്സിൻ്റെ നീളം കൂട്ടുന്നതിനെ പറ്റിയാണ് പറയുന്നതെങ്കിലോ, അവിടെ നമ്മൾ ലെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേർബായിട്ട്, പക്ഷേ ഫ്രേസ് കുറച്ച് വ്യത്യാസം വന്നു. അവിടെ നമുക്ക് ലെറ്റ് ഡൗൺ എന്നാണ് പറയേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഈ ഡ്രസ്സ് ഒന്ന് നീളം കൂട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം, എങ്ങനെയാണ് ഈ നീളം കൂട്ടുന്നതെന്ന് അറിയാമല്ലോ. സാധാരണ ഡ്രസ്സെല്ലാം മടക്കി തയ്ച്ചിട്ടുണ്ടാവുമല്ലോ, ആ മടക്കി തയ്ച്ചിരിക്കുന്നത് ഒന്ന് അഴിച്ചിട്ടാൽ ഡ്രസ്സിന് നീളം കൂടും. അപ്പോൾ അതേപറ്റിയാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുക, ദിസ് ഡ്രസ് നീഡ്സ് ലെറ്റിംഗ് ഡൗൺ. ദിസ് ഡ്രസ് നീഡ്സ് ലെറ്റിംഗ് ഡൗൺ. ഇനി മറ്റൊരു ഉദാഹരണം. അയാളുടെ പാൻസ് വാഷ് ചെയ്തപ്പോൾ ചുരുങ്ങിപ്പോയി, അതുകൊണ്ട് അയാൾ ആ പാൻസ് ഒന്ന് നീളം കൂട്ടിയെടുത്തു. His trousers shrank in the wash, so he let them down. His trousers shrank in the wash. വാഷ് ചെയ്തപ്പോൾ അത് ചുരുങ്ങിപ്പോയി എന്ന്, ഷ്രിങ്ക് ചെയ്തു എന്ന്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് shrank. His trousers shrank in the wash, so he let them down. അവിടെയും trousers, pants. അതുകൊണ്ടാണ് he let them down എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ആ പാൻസിൻ്റെ നീളം കൂട്ടിയെടുത്തു എന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്ന കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഫ്രേസസ് പല പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.